ബഹുമാനപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇന്നത്തെ അക്യുപഞ്ചർ ക്ലാസ്സിൽ ഞാൻ ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഇതുവരെയായിട്ട് നമ്മൾ കഴിഞ്ഞുപോയ ക്ലാസ്സിൽ മൊത്തത്തിൽ 12 മെറിഡിയനാണ് പഠിച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യം പഠിച്ചത് LU, പിന്നെ LI അഥവാ ലങ്, ലാർജ് ഇൻറ്റസ്റ്റൈൻ, അതിനുശേഷം സ്റ്റൊമക്ക്, സ്പ്ലീന്, തുടർന്ന് ഹാർട്ട്, സ്മാൾ ഇൻറ്റസ്റ്റൈൻ, പിന്നീട് യൂറിനറി ബ്ലാഡർ, അതുപോലെ തന്നെ കിഡ്നി. അതിനുശേഷം നമ്മൾ പിന്നീട് പഠിച്ചത് പെരികാർഡിയം, അതുപോലെ തന്നെ ട്രിപ്പിൾ വാർമർ, തുടർന്ന് ഗാൾ ബ്ലാഡറും ലിവറും. ഇങ്ങനെ 12 മെറിഡിയനാണ് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ അക്യുപഞ്ചറിൽ ഈ 12 മെറിഡിയനിലെ ഓരോ മെറിഡിയനിലും 5 വീതം കമാൻഡിങ് പോയിന്റുകളെ, ശ്രേഷ്ഠമായ പോയിന്റുകളെ നമ്മൾ പഠിച്ചു. അതിൽ ലാർജ് ഇൻഡസ്ട്രിയിൽ മാത്രം എക്സ്ട്രാ ഒരു പോയിന്റും. അങ്ങനെ 61 പോയിന്റുകൾ നമ്മൾ മൊത്തത്തിൽ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും നമുക്കിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 മെറിഡിയൻ കൂടി പഠിക്കാനുണ്ട്. ഗവേണിംഗ് വെസൽ, അതുപോലെ തന്നെ കൺസംപ്ഷൻ വെസൽ എന്ന് പറയപ്പെടുന്ന 2 മെറിഡിയൻ കൂടി പഠിക്കാനുണ്ട്. ഒന്ന് നമ്മുടെ ചുണ്ടുകളുടെ അടിച്ചുണ്ടിൻ്റെ നടുഭാഗത്തു നിന്ന് തുടങ്ങി കീഴ്പോട്ട് വരെ വരുന്ന ഒരു ചാനലും, അതുപോലെ തന്നെ നമ്മുടെ മേൽച്ചുണ്ടിൻ്റെ മധ്യത്തിൽ നിന്ന് തുടങ്ങി മൂക്കിൻ്റെ സെൻറ്ററിലൂടെ നേരെ നമ്മുടെ മൂർധാവിലൂടെ പിൻഭാഗത്തേക്ക് പോയി നട്ടലിൻ്റെ അടിഭാഗത്ത് അവസാനിക്കുന്നത് വരെയുള്ള ഒരു പോയിന്റ്. അങ്ങനെ 2 മെറിഡിയൻ കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ള ഈ 12 മെറിഡിയൻ, ഈ മെറിഡിയനിലെ കാര്യപ്പെട്ട പോയിന്റുകളെ നമ്മൾ നാഡീ പരിശോധനയിലൂടെ കണ്ടെത്തി അതിൻ്റെ ഏത് ഓർഗനിലാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് നാഡീ പരിശോധനയിലൂടെ കണ്ടെത്തി, അതിനുശേഷം പഞ്ചഭൂതത്വ പ്രകാരം ഏത് പോയിന്റിൽ നമ്മൾ അക്യുപഞ്ചർ ചെയ്യണം എന്ന് മനസ്സിലാക്കണം. ഒരു ചികിത്സകനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് അക്യുപഞ്ചർ പഠിച്ചു കഴിഞ്ഞ അതുപോലെ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു മുതൽക്കൂട്ടാണ് എന്നുള്ളതാണ്. നമ്മൾ ചികിത്സാ രംഗത്തേക്ക് വരുമ്പോൾ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് പഠിക്കുകയും പരീക്ഷ എഴുതി അത് പാസ്സാകുകയും നല്ല ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഇത്തരം അറിവുകൾ സ്വായത്തമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഇവിടെ നമ്മൾ ഈ ലങ്ങിനെ കുറിച്ച് പറയുമ്പോഴും LIനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ എല്ലാത്തിലും ഈ പൊലാരിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം കാണുന്നുണ്ട്. അത് കടന്നു പോകുന്ന വഴികൾ അത് യിങ് യാങ് എന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. യിങ് യാങ് തത്വം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഇരുട്ട് എന്നൊരവസ്ഥയുണ്ടെങ്കിൽ വെളിച്ചം എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ ഇരുട്ട് നമ്മൾ യിങ് ആണെങ്കിൽ വെളിച്ചം എന്നുള്ളത് യാങ് ആണ്. ഉദാഹരണമായി പറയാം, അത് നമ്മുടെ ജീവിതത്തിലുടനീളം ഉള്ള ഒരു അവസ്ഥയാണ്. ഇപ്പോൾ രാവ് ഉണ്ടെങ്കിൽ പകലുണ്ട്, രാത്രി പകൽ. അതുപോലെ തന്നെ ചന്ദ്രൻ, സൂര്യൻ, ദുഃഖം, സന്തോഷം. അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥ, കയറ്റത്തിന് ഒരു ഇറക്കം. ആ രൂപത്തിൽ നമ്മൾ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. ഈ കാര്യത്തിലും നമ്മുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും നമ്മുടെ എനർജിയിലെ ബാലൻസിങ്ങിലൊക്കെ ഇതിന് ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ LU എന്ന് പറയുന്ന ലങ് എന്ന് പറയുന്ന ഈ ഓർഗണിൻ്റെ കപ്പിൾ മെറിഡിയൻ എന്ന് പറയുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനാണ്, അഥവാ വൻകുടലാണ്. ഇത് ലങ് എന്ന് പറയുന്നത് യിങ്ങാണ്, അഥവാ കട്ടിയുള്ള ഭാഗമാണ്. ഇതിൻ്റെ മെറിഡിയൻ നമ്മുടെ കൈകളിലും കാലുകളിലും അത് ഉൾസൈഡിലൂടെയാണ് യിങ് കടന്നു പോകുന്നത്.
ഇവിടെ ലങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിൻ്റെ തള്ളവിരലിൻ്റെ ഉൾവശത്തുകൂടെ ആണ് ആ മെറിഡിയൻ കടന്നു പോകുന്നത്. അതേസമയം LI എന്ന് പറയുന്ന ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്ന വൻകുടലിൻ്റെ മെറിഡിയൻ പോയിന്റുകൾ മെറിഡിയൻ കടന്നു പോകുന്നത് പുറം സൈഡിലൂടെയാണ്. അത് യാങ് ആണ്. അങ്ങനെ നമ്മൾ ഈ 12 അവയവങ്ങൾ പഠിക്കുമ്പോഴും ഈ 12 അവയവങ്ങളിൽ 6 എണ്ണം യിങ്ങും 6 എണ്ണം ഇതുപോലെ യാങ്ങുമായി കാണപ്പെടുന്നു. അപ്പോൾ ഒരുവിധം പറഞ്ഞാൽ നമ്മൾ യിങ് നമ്മുടെ എനർജി സ്റ്റോർ ചെയ്യുന്നതിൽ കൂടുതൽ പങ്കുവഹിക്കുന്നു. അതുപോലത്തെ യാങ് നമ്മളെ വേസ്റ്റുകളെ പുറന്തള്ളുന്നതിൽ, ശരീരത്തിലെ നെഗറ്റീവ് എനർജികളെ പുറന്തള്ളുന്നതിന് പ്രാമുഖ്യം നൽകുന്നു. എന്നാൽ രണ്ടിൻ്റെയും ബാലൻസ് നമ്മുടെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ചികിത്സയിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോ രോഗിയുടെയും നാഡീ പരിശോധനയിലൂടെ അവരുടെ ഓർഗൻ, അവരുടെ മെറിഡിയൻ ഏതെന്ന് കണ്ടുപിടിക്കുകയും പഞ്ചഭൂതതത്വപ്രകാരം ഏത് പോയിന്റിൽ അവർക്ക് ചികിത്സിക്കണം എന്ന് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്ത് അക്യുപഞ്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ ആ പോയിന്റിൽ പ്രസ് ചെയ്യുകയോ നിശ്ചിത സമയം അത് ആ രോഗിക്കും അവരുടെ രോഗത്തിനും അവരുടെ രോഗത്തിൻ്റെ കാലപ്പഴക്കത്തിനും ഒക്കെ അവരുടെ ആ രോഗകാരണങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കി അതിന് അനുസൃതമായിട്ട് ആണ് ചികിത്സ അവിടെ വരുന്നത്. അങ്ങനെ അവിടെ ആ പോയിന്റിൽ ചെയ്യുമ്പോൾ യുക്തമായ രീതിയിൽ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ ലങ്ങിലും LIയിലും മാത്രമല്ല, ലാർജ് ഇൻറ്റസ്റ്റൈനിലും മാത്രമല്ല, മറ്റുള്ള എല്ലാ മെറിഡിയനിലും ഇതുപോലെ യിങ് യാങ് സിസ്റ്റമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഓർഗൻ ക്ലോക്കുകളുണ്ട്. ഓരോ സമയം, നിശ്ചിത സമയം അതിൻ്റെ ഈ അവയവത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലങ്ങിൻ്റെ കാര്യത്തിൽ, ശ്വാസകോശത്തിൻ്റെ കാര്യത്തിൽ അതിരാവിലെ 3 മണി മുതൽ 5 മണി വരെ ഇതിൻ്റെ പ്രവർത്തനം കൂടുതലായി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ലാർജ് ഇൻറ്റസ്റ്റൈനിൻ്റെ പ്രവർത്തനക്ഷമത കൂടുതലുള്ളത് അതിനുശേഷമുള്ള സമയം 2 മണിക്കൂർ, അഥവാ 5 മണിക്കൂർ. 5 മണിക്ക് രാവിലെ 5 മണി മുതൽ അതിനുശേഷം 7 മണി വരെ, രാവിലെ 7 മണി വരെയുള്ള സമയം ഇത് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ തുടർന്നുള്ള ഓരോ മെറിഡിയനുകളും, ഇപ്പോൾ സ്റ്റൊമക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ 7 to 9, സ്പ്ലീന് 9 to 11, ഹാർട്ട് അതിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നത് 11 മണി മുതൽ 1 മണി വരെ, ഉച്ചയ്ക്ക് 1 മണി വരെ. അതിനുശേഷം സ്മാൾ ഇൻറ്റസ്റ്റൈൻ 1 മണി മുതൽ 3 മണി വരെ, UB 3 to 5 വരെ, കിഡ്നി 5 to 7 വരെ, അതുപോലെ പെരികാർഡിയം 7 to 9, ട്രിപ്പിൾ വാമർ 9 to 11. അതിനുശേഷം ഗാൾ ബ്ലാഡർ 11 to 1 മണി വരെ, ലിവർ 1 മണി മുതൽ 3 മണി വരെ. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ പ്രവർത്തനം, ഈ പർട്ടിക്കുലർ സമയം ഈ അവയവങ്ങളുടെ പ്രവർത്തനം കൂടുതലായി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ വീണ്ടും പറയേണ്ടതുണ്ട്. കാരണം അത് കൂടുതൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോഴാണ് കൂടുതൽ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുക. അതുകൊണ്ട് അത് അടുത്തുള്ള ക്ലാസ്സുകളിലൊക്കെ പ്രതീക്ഷിക്കാം. ഇവിടെ ഈ ഓരോ സമയം, ഇപ്പോൾ ലങ്ങിന് അതിരാവിലെ 3 മണി മുതൽ 5 മണി വരെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ലങ്ങിൻ്റെ കൂടുതൽ പ്രവർത്തനം, കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നൊരു സമയമാണ്. എല്ലാ സമയങ്ങളിലും എല്ലാ അവയവങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജീവൻ നിലനിൽക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം, ഇപ്പോൾ ഹാർട്ടിൻ്റെ പ്രവർത്തനം 11 to 1 മണി വരെ, അതിൻ്റെ കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ നാഡീ പരിശോധനയിലൂടെ നമ്മൾ ഏതെങ്കിലും മെറിഡിയനിൽ, ഏത് മെറിഡിയനിലാണ് തകരാറെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇത്തരം സമയങ്ങളിൽ അവിടെ അക്യുപഞ്ചർ, പ്രഷർ അവിടെ നമ്മൾ കൈകൊണ്ട് വിരൽ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് അവിടെ നല്ല രോഗശമനം പെട്ടെന്ന് ലഭിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ ലിവറിൻ്റെ സമയം എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് നമ്മൾ 1 മണി മുതൽ 3 മണി വരെയുള്ള സമയം, ഈ സമയത്ത് നമ്മൾ കാര്യക്ഷമമായിട്ട് ഒരു രോഗിയുടെ കയ്യിൽ നമ്മൾ നാഡി പരിശോധനയിലൂടെ ലിവറിനാണ് തകരാറ് കണ്ടതെങ്കിൽ ഈ സമയത്ത് നമ്മൾ അവിടെ പ്രസ് ചെയ്യുമ്പോൾ
കൂടുതൽ റിസൾട്ട് കിട്ടും. പക്ഷേ നമുക്കിപ്പോൾ ആ സമയങ്ങളിൽ ഉറങ്ങുന്ന സമയമാണ്, അതുകൊണ്ട് അതിന് കഴിയില്ല. പക്ഷേ അതുകൊണ്ട് ആ സമയത്ത് തന്നെ നമുക്ക് ചെയ്യണമെന്നില്ല. നമുക്ക് ഏത് സമയത്തും അതിൻ്റെ പോയിന്റുകളിൽ ചെയ്യാം, നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ പ്രത്യേകിച്ച് ആ സമയത്ത് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക റിസൾട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ സമയത്ത് തന്നെ അവിടെ ചെയ്യുക എന്ന് അർത്ഥമില്ല. എങ്കിലും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ ഒരു കൂടുതൽ അറിവിലേക്കായി ഇത് പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് നാഡീ പരിശോധനയിലൂടെ ഏത് മെറിഡിയനിലാണ് കംപ്ലൈൻറ്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ആ ഓർഗണിൽ യുക്തമായ രീതിയിൽ പഞ്ചഭൂത തത്വപ്രകാരം അതാത് പോയിന്റുകൾ ചെയ്താൽ തന്നെ മതിയാകും. ഏത് സമയത്തും ചെയ്യാം എന്നുള്ളതാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാവരും തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക. ഓരോ ക്ലാസ്സുകളും വിടാതെ ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ കൂടുതൽ അറിവുകൾ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ മറ്റ് ഉള്ള ആളുകളിൽ നിന്നുള്ള ക്ലാസ്സുകളും ശ്രദ്ധിക്കുക. കാരണം നമ്മളെ ഈ ക്ലാസ്സിലില്ലാത്ത അറിവുകൾ മറ്റുള്ളവരുടെ ക്ലാസ്സുകളിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ട് എല്ലാവരും എല്ലാ ക്ലാസ്സുകളും ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ്സുകൾ, വരാൻ പോകുന്ന ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.